പിതാവിനും പുത്രനും പരിശുദ്ധനുമായിരിക്കും സ്തുതി. നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. പ്രിയപ്പെട്ട ശാലോം പ്രേക്ഷകരെ, ഏവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. അമേരിക്കയിൽ 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ കുടിയേറി പാർത്ത 2 കുടുംബങ്ങൾ ഉറ്റ സുഹൃത്തുക്കളായിട്ട് അയൽവാസികളായി താമസം ഉറപ്പിച്ചു. ഒരു കുടുംബക്കാർ സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ളതും മറ്റൊരു കുടുംബം ജപ്പാനിൽ നിന്നുള്ളവരുമായിരുന്നു. ഇവർ ഉറ്റ സുഹൃത്തുക്കളായതുകൊണ്ട് അവർ 2 കൂട്ടരും റോസാപ്പൂ കൃഷി ആരംഭിക്കുകയാണ്. റോസാപ്പൂ കൃഷിയിൽ അവർക്ക് വലിയ ലാഭം കൊയ്യുവാനായിട്ട് സാധിച്ചു. തന്നെയല്ല, ഇവരുടെ റോസാപ്പൂക്കൾക്ക് അമേരിക്കയിൽ വലിയ ഡിമാൻഡുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2-ാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത്. 2-ാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്ക അതിൽ പങ്കുചേരാതിരിക്കുന്ന ഒരു പശ്ചാത്തലമായിരുന്നു. എന്നാൽ ജപ്പാൻകാർ 1941 ഡിസംബർ 7 ജപ്പാൻ സൈന്യം അമേരിക്കയിലെ പേൾ ഹാർബർ ആക്രമിക്കുകയാണ്. ഇത് അമേരിക്കയെ ചൊടിപ്പിച്ചു എന്ന് മാത്രമല്ല, ആ യുദ്ധത്തിൽ പങ്കുചേരുവാനായിട്ട് അമേരിക്ക തീരുമാനമെടുക്കുകയാണ്. 2-ാം ലോക മഹായുദ്ധത്തിൽ അമേരിക്ക അതിൻ്റെ ഭാഗവാക്കായപ്പോൾ അമേരിക്കയിലുണ്ടായിരുന്ന ജപ്പാൻകാർക്ക് അത് വലിയ ഭീഷണിയായി. ജപ്പാൻകാരുടെ പേൾ ഹാർബർ കയ്യേറ്റത്തിൻ്റെ ഭാഗമായിട്ടാണല്ലോ അമേരിക്ക യുദ്ധത്തിൻ്റെ പങ്കുകാരായി മാറിയത്. അങ്ങനെ ജപ്പാൻകാരെ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കും എന്നുള്ളതായൊരു അവസ്ഥയുണ്ടായി. ഇത് ഈ സ്വിറ്റ്സർലൻഡ് കുടുംബവും ജപ്പാൻ കുടുംബവും തമ്മിലുള്ളതായ ബന്ധത്തെ അത് ബാധിക്കുവാനായിട്ടിടയായി. എന്തായാലും അമേരിക്ക ഈ ജപ്പാൻ കുടുംബത്തെ അവിടെ നിന്ന് ഒരു അഭയാർത്ഥി കേന്ദ്രത്തിലേക്ക് മാറ്റിപ്പാർപ്പിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഈ സ്വിറ്റ്സർലൻഡ് കുടുംബം ഈ ജപ്പാൻ കുടുംബത്തിൻ്റെ കൃഷിയിടങ്ങളും അവരുടെ സ്വത്തുക്കളും സൂക്ഷിക്കുവാനായിട്ട് തയ്യാറായി. അങ്ങനെ ഈ ലോകമഹായുദ്ധം 3 വർഷം കൊണ്ട് പര്യവസാനിച്ച് ഈ ജപ്പാൻ കുടുംബം തിരിച്ച് നാട്ടിലെത്തിയപ്പോൾ ഈ സ്വിറ്റ്സർലൻഡ് കുടുംബം അവരുടെ കൃഷിയിടങ്ങളും അവരുടെ വീടും എല്ലാം ഭംഗിയായി സൂക്ഷിച്ച് അവരെ തിരികെ ഏൽപ്പിച്ചു എന്ന് മാത്രമല്ല, അതുവരെ ആ റോസാപ്പൂ വിൽപ്പനയിൽ അവർക്ക് കിട്ടിയതായ ഫണ്ടും ഈ ജപ്പാൻ കുടുംബത്തിന് തിരികെ ഏൽപ്പിക്കുവാനായിട്ട് തയ്യാറായി. പ്രിയമുള്ളവരെ, ഈ സംഭവത്തിന് ഇന്ന് ഏറെ പ്രസക്തിയുണ്ട്. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുവാനായിട്ടുള്ള കർത്താവിൻ്റെ കൽപ്പന അക്ഷരാർത്ഥത്തിൽ പാലിക്കുവാനായിട്ട് ഈ സ്വിറ്റ്സർലൻഡ് കുടുംബം തയ്യാറാകുകയായിരുന്നു.
10 കൽപ്പന മോശയ്ക്ക് ലഭിച്ചപ്പോൾ ആ കൽപ്പനകളുടെ അടിസ്ഥാനത്തിലാണല്ലോ പഞ്ചഗ്രന്ഥങ്ങളും മറ്റേ ന്യായപ്രമാണ ഗ്രന്ഥങ്ങളും രൂപപ്പെടുത്തത് എന്ന് നമുക്കറിയാം. കർത്താവിൻ്റെ അടുക്കൽ ഒരു ന്യായപ്രമാണി വന്ന്, ഒരു യുവ വൈദികൻ എന്നാണ് പറയുന്നത്, ഈ 10 കൽപ്പനകളിൽ പ്രധാനപ്പെട്ടത് ഏതാണെന്ന് ഒരു കുടുക്ക് ചോദ്യമായിട്ട് ചോദിക്കുകയാണ്. ഒരുപക്ഷേ പ്രധാനപ്പെട്ടത് ഏതാണെന്ന് മനസ്സിലാക്കിയാൽ അതങ്ങ് പാലിച്ചാൽ മതിയല്ലോ എന്നായിരിക്കും അദ്ദേഹം ചിന്തിച്ചത്. മത്തായി സുവിശേഷം 22-ാം അധ്യായം 34 മുതലുള്ള ഭാഗങ്ങളിലാണിത് വിവരിക്കുന്നത്. 34 മുതൽ 40 വരെയുള്ള ഭാഗങ്ങൾ വിവരിക്കുന്നുണ്ട്. 10 കൽപ്പനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതാണെന്നുള്ള ഈ യുവ വൈദികൻ്റെ ചോദ്യത്തിന് കർത്താവ് മറുപടി കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാം. ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കുക പ്രഥമവും പ്രധാനവുമായ കൽപ്പന അതാണ്. അതോട് സമം നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. കർത്താവ് 10 കൽപ്പനകളെ 2 കൽപ്പനകളായിട്ട് ക്രോഡീകരിച്ച് ഈ പരീക്ഷ പ്രമാണിയെ പഠിപ്പിക്കുകയാണ്. കർത്താവ് പറയുന്നുണ്ട്, ഈ 2 കൽപ്പനകളിൽ സകല ന്യായപ്രമാണങ്ങളും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്ന്. അതായത് 10 കൽപ്പനകളെ 2 കൽപ്പനകളായിട്ട് നമുക്ക് ഭാഗിക്കുവാനായിട്ട് സാധിക്കും. കർത്താവ് നമ്മൾ പഠിപ്പിച്ചതുപോലെ തന്നെ അതിൻ്റെ ആദ്യ കൽപ്പനകൾ 3 എണ്ണം ദൈവ മനുഷ്യ ബന്ധത്തിൽ അധിഷ്ഠിതമാണെങ്കിൽ ബാക്കി 7 കൽപ്പനകളും മനുഷ്യ ബന്ധത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. അതായത് ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക എന്നുള്ളതായ ദൈവ മനുഷ്യ ബന്ധം അതിൻ്റെ 1-ാം ഭാഗമാണെങ്കിൽ, നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ളത് അതിൻ്റെ 2-ാം ഭാഗമാണ്. ഈ 2 കൽപ്പനകളിൽ ന്യായപ്രമാണം മുഴുവനും അടങ്ങിയിരിക്കുന്നു എന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തിരുവചനത്തിൻ്റെ ആശയം മുഴുവനും ഈ 2 കൽപ്പനകളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ഈ നല്ല അയൽക്കാരനെ കുറിച്ച് പറയുമ്പോൾ കർത്താവ് നമ്മെ ഒരു ഉപമ പഠിപ്പിക്കുന്നുണ്ട്. നല്ല ശമരിയാക്കാരനെ കുറിച്ചുള്ള ആ സംഭവം. ആരാണ് അയൽക്കാരൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ശുശ്രൂഷ ആവശ്യമുള്ള തൊട്ടടുത്ത് നിൽക്കുന്ന ആളെയാണ് നമുക്ക് അയൽക്കാരനായിട്ട് കാണേണ്ടത്. പലപ്പോഴും നമ്മുടെ അയൽക്കാരെന്ന് പറയുമ്പോൾ നമ്മുടെ അയൽവാസികളെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്നാൽ നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾ സഹായം അർഹിക്കുന്നവരാണ് എങ്കിൽ അയാളെ നമുക്ക് നല്ല അയൽക്കാരനായിട്ട് കാണുവാനും അയാൾക്ക് സഹായം നൽകുവാനുമായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ദേവാലയത്തിലെ ആരാധനയെ സംബന്ധിക്കുമ്പോൾ നമ്മൾ കൈകസ്തുതി കൊടുക്കുന്നുണ്ട്. തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കാണ് നമ്മൾ ആ സമാധാനം കൊടുക്കുന്നത് എങ്കിലും അതിന് വ്യാപകമായൊരർത്ഥമുണ്ട്. അത് ഈ സമൂഹത്തോടുള്ള നമ്മുടെ അനുരഞ്ജനമാണ് അവിടെ പ്രകടമാക്കുന്നത്. അതുകൊണ്ട് ദൈവസ്നേഹം അയൽക്കാരുള്ളതായ നമ്മുടെ ബന്ധത്തിലാണ് നമുക്ക് വിലയിരുത്തുവാനായിട്ട് സാധിക്കുക. സഹോദരനെ നമ്മൾ പകച്ചിട്ട് ദൈവവുമായിട്ട് ബന്ധം നിലനിർത്തുവാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളൊരു വാസ്തവമാണ്. ഒരുപക്ഷെ സഹോദരൻ്റെ ഭാഗത്ത് തെറ്റുകുറ്റങ്ങളുണ്ടായേക്കാം. എന്നാൽ ഈ സഹോദരൻ്റെ ഭാഗത്ത് തെറ്റുകുറ്റങ്ങളുണ്ട് എന്നുള്ളതിന് ന്യായീകരണമില്ല. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ബലിയർപ്പിക്കുവാനായിട്ട് ദേവാലയത്തിൽ വരുമ്പോൾ
സഹോദരന് നിന്നോട് വല്ല വിരോധമുണ്ടെങ്കിൽ നീ അവനുമായിട്ട് അനുരഞ്ജനപ്പെട്ടതിന് ശേഷം വന്ന് ബലിയർപ്പിക്കുവാനായിട്ട്. അപ്പോൾ സഹോദരനുമായിട്ടുള്ളായ അനുരഞ്ജനം ദൈവവുമായിട്ടുള്ളായ ബന്ധത്തിൽ വലിയ പ്രസക്തിയുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നടന്ന ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. 2 അയൽവാസികൾ തമ്മിൽ വലിയ ശത്രുതയിലായിരുന്നു. വീട്ടുകാർ വലിയ ശത്രുതയിലാണെങ്കിലും അവിടെ കോഴികൾ അതിനിതൊന്നും ബാധകമല്ലല്ലോ. അയൽക്കാരൻ്റെ കോഴിയാണ് ഇപ്പുറത്തെ വൃക്ഷത്തിൽ ചേക്കേറി രാപാർക്കുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ശത്രുതയിലായിരിക്കുന്ന ആ കുടുംബത്തിലെ കോഴിയുടെ കാഷ്ടം ഇങ്ങേ വീട്ടിലെ മുറ്റത്ത് നിറഞ്ഞു കിടക്കും. ഇത് വലിയൊരു പ്രശ്നമായി. അവരുടെ ഭിന്നത മൂർച്ഛിക്കുവാനായിട്ട് വരെ അത് സഹായമായി. ഏതായാലും ഈ ശത്രുതയിലായിരിക്കുന്ന ഈ കുടുംബം ഈ കോഴിക്കാഷ്ടം വാരി അസഭ്യം പറഞ്ഞ് ഇത് അയൽ വീട്ടിലെ പറമ്പിലേക്ക് വലിച്ചെറിയും. ഇത് സ്ഥിരമായ ഒരു സംഭവമായി മാറി. അങ്ങനെ ഇരിക്കുകയാണ് ഒരിക്കൽ ഒരു നല്ല പൂവങ്കുല, ഏതാണ്ട് ഏത്തക്കായുടെ വലുപ്പമുള്ള പൂവങ്കായ ഈ കുടുംബത്തിലേക്ക് അയൽവാസിയായ ആ മറുകുടുംബം സമ്മാനമായിട്ട് പാരിതോഷികമായിട്ട് കൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇവർ അത്ഭുതപ്പെട്ടു. ഇതെന്താണ്, ഞങ്ങളിങ്ങനെ ശത്രുതയിലാണെങ്കിൽ പോലും ഇവരിങ്ങനെ ഈ വാഴക്കൊല കൊണ്ട് തരാനായിട്ട് ഇടയായത്? തന്നെയല്ല, അവരൊരിക്കലും കണ്ടിട്ടില്ലാത്തതായ തരത്തിലുള്ളതായ മനോഹരമായ പൂവങ്കായ. അത്ഭുതപ്പെട്ട് അവർ തിരിച്ച് ചോദിക്കാനായിട്ടിടയായി, ഇതെങ്ങനെയാ ഇത്ര മനോഹരമായ ഇത്ര നല്ല മുഴുപ്പുള്ളതായ പൂവങ്കല നിങ്ങൾക്ക് കിട്ടിയത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഈ പൂവങ്കല നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, മറ്റൊന്നുമല്ല, നിങ്ങളുടെ പറമ്പിൽ നിന്ന് വലിച്ചെറിയുന്നതായ ആ കോഴിക്കാഷ്ടം ഈ വാഴകളുടെ ചുവട്ടിലേക്കാണ് വീഴുന്നത്. ആ വളമാണ് ഇത് ഇത്ര നല്ല മേനിയുള്ളതായ കായായിട്ട് വളരുവാനായിട്ട് മുഖാന്തരമായത്. അതുകൊണ്ട് ഈ വാഴക്കുല നിങ്ങൾക്ക് തന്നെ അവകാശപ്പെട്ടതാണ് എന്ന് പറയുവാനും, എന്തായാലും അവരുടെ ആ ശത്രുതയ്ക്ക് ഒരു ഐസ് ബ്രേക്ക് സംഭവിക്കുവാനും ഇടയായതായിട്ട് കേൾക്കുവാനായിട്ടിടയായി. പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു ശുശ്രൂഷാ ജീവിതമായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കണം. അത് നമുക്ക് അനുകൂലമായ സാഹചര്യങ്ങളിൽ തീർച്ചയായിട്ടും നമുക്ക് അത് പ്രകടിപ്പിക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ അതിലർത്ഥമില്ല, നമുക്ക് പ്രതികൂലമായിട്ട് നിൽക്കുന്നവർക്ക് സഹായം ചെയ്യുവാനായിട്ട് സാധിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ മർമ്മം തന്നെ. കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത് അത് തന്നെയാണല്ലോ. ഉപദ്രവിക്കുന്നവർക്ക് ഉപകാരം ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കണം. ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. സകല തിന്മകളും നമുക്കെതിരെ കളവായിട്ട് പറയുമ്പോൾ അത് ഒരു അനുഗ്രഹമായിട്ട് സ്വീകരിക്കുവാനായിട്ട് സാധിക്കണം. സുവിശേഷത്തിൽ നമ്മുടെ കർത്താവ് പറയുന്നുണ്ടത്, സകല തിന്മകളും നിങ്ങൾക്കെതിരെ കളവായി പറയുമ്പോൾ നീ ഭാഗ്യവാൻ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ സൗഭാഗ്യം എന്ന് പറയുന്നത് പ്രതികൂലതകളിൽ നമ്മൾ അനുഭവിക്കുന്നതാണ്. അനുകൂലമായ സാഹചര്യത്തിൽ ദൈവമില്ല എന്ന് പറയുന്നവർക്ക് പോലും സ്നേഹം പകരുവാനും സഹായം നൽകുവാനും ഒക്കെ സാധിക്കും. എന്നാൽ കർത്താവ്
നമ്മെ പഠിപ്പിച്ചതായ ഉപദേശങ്ങൾ, അല്ലെങ്കിൽ ദൈവം മനുഷ്യന് കൊടുത്തതായ ഈ 10 കൽപ്പനകളുടെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ടതായ ഈ ന്യായപ്രമാണ സത്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്. അതുകൊണ്ട് ഒരു അനുകൂലമായ സാഹചര്യത്തിലുള്ളതായ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പൊതുവെ നമ്മുടെ പ്രാർത്ഥനകളിലും ആരാധനകളിലും വചന ശ്രവണങ്ങളിലും എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് അനുകൂലമായ ഒരു സന്ദേശം ലഭിക്കണമെന്നുള്ളതാണ്. നമ്മുടെ പ്രതിസന്ധികൾക്ക് പരിഹാരം ഉണ്ടാകണം, നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരം കിട്ടണം. ഇതൊക്കെയാണ് നമ്മുടെയൊക്കെ മനോഭാവം. ഈ മനോഭാവത്തോടെ ദൈവസന്നിധിയിലേക്ക് വരുന്നതിൽ അർത്ഥമില്ല. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരുവാനായിട്ട് ദൈവം നമുക്ക് തരുന്നതായ അവസരങ്ങളായിരിക്കും. എൻ്റെ പിതാവിനാൽ ആകർഷിച്ചിട്ടല്ലാതെ ഒരുവനും എൻ്റെ അടുക്കൽ വരുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് വചനം പറയുന്നുണ്ട്. നമുക്കറിയാം, ഒരു കാന്തം ഒരു ഇരുമ്പിനെ ആകർഷിക്കണമെങ്കിൽ ആ ഇരുമ്പ് കഷ്ണം ഈ കാന്തിക വലയത്തിൻ്റെ അടുത്തായിരിക്കണം, കാന്തിക ആകർഷണ വലയത്തിനോട് ചേർന്നായിരിക്കണം ഇരുമ്പ് കഷ്ണം ആയിരിക്കേണ്ടത്. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലെ ദുഃഖദുരിതങ്ങൾ, പ്രതിസന്ധികൾ എല്ലാം ഈ ദൈവവുമായിട്ടുള്ള ദൈവത്തിൻ്റെ ഈ കാന്തിക വലയത്തിനോട് ചേർന്ന് നിൽക്കുവാനായിട്ട് ദൈവം നമുക്ക് തരുന്നതായ അവസരമാണ്. അതാണ് ദൈവത്തിൻ്റെ ആകർഷണ വലയം തന്നെ. എൻ്റെ പിതാവിനാൽ ആകർഷിച്ചിട്ടല്ലാതെ എന്ന് പറയുന്നത് ഈ ദൈവിക കാന്തിക വലയത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു അനുഭവമാണ്. അതാണ് ജീവിതത്തിലെ പ്രതിസന്ധികൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും കണ്ട് ഒളിച്ചോടുവാനായിട്ടല്ല, മറിച്ച് ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമായി ദൈവത്തോട് അടുത്ത് നിൽക്കുവാനായിട്ടുള്ള ഒരു അവസരമാണ് ദൈവം നമുക്ക് തരുന്നത്. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം എന്നൊക്കെ നമ്മൾ പറയും. അല്ലാതെ കർത്താവ് തൻ്റെ ജീവിതത്തിലുടനീളം സമാധാനത്തിൻ്റെ സന്ദേശമാണ് സമൂഹത്തിന് നൽകിയത്. പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതത്തിലെ സൗഭാഗ്യം എന്ന് പറയുന്നത് തമ്പുരാനോട് കൂടെ നിൽക്കുവാനുള്ളതായ ഒരു ഭാഗ്യമാണ്. തമ്പുരാനോട് അകന്ന് നിൽക്കുമ്പോൾ ഈ ക്രിസ്തീയ ജീവിതത്തിലെ സൗഭാഗ്യം അനുഭവിക്കുവാനായിട്ട് സാധിക്കുകയില്ല. കർത്താവ് നമുക്ക് നൽകുന്നതായ സമാധാനം എന്ന് പറയുന്നത് അതുതന്നെയാണ്. കർത്താവ് ഒരിക്കൽ പറയുന്നുണ്ട്, ഞാൻ തരുന്നത് ലോകം തരുന്നത് പോലെയല്ല എന്ന്. പലപ്പോഴും നമ്മൾ ദൈവത്തോട് അടുത്ത് വരുന്നതായ ഈ ലോക തരുന്നതായ ഈ സമാധാനം ആഗ്രഹിച്ചുകൊണ്ടാണ്. കർത്താവ് തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ആ സമാധാനത്തിൻ്റെ ആകെത്തുക എന്ന് പറയുന്നത് കാൽവറിയിലാണ് ദർശിക്കുന്നത്. കാൽവറി അനുഭവം, അതാണ് കർത്താവ് നമുക്ക് തരുന്നതായ സമാധാനം എന്ന് പറയുന്നത്. അവിടെയാണ് നിത്യരക്ഷയുടെ വാഗ്ദാനം കുടികൊള്ളുന്നത്. കാൽവറി ബലിയിലൂടെയാണ് കർത്താവ് നമുക്ക് രക്ഷ നേടിത്തന്നത് എങ്കിൽ ആ കാൽവറി ബലി അനുഭവം സ്വായത്തമാക്കുന്നതിലൂടെയാണ് നമുക്കും ആ നിത്യരക്ഷ സ്വായത്തമാക്കുവാനായിട്ട് സാധിക്കുക. അതാണ് ദൈവം നമുക്ക് തരുന്നതായ സമാധാനം എന്ന് പറയുന്നത്. അതാണ് ആത്യന്തികമായ സമാധാനം എന്ന് പറയുന്നത്. ഈ ലോകം തരുന്നതായ സമാധാനം എന്ന് പറഞ്ഞാൽ അത് നൈമിഷികമാണ്. പലപ്പോഴും നമുക്ക് ചിലപ്പോൾ ഒരു ഫിലിം കണ്ടാൽ കുറച്ച് സമയത്തേക്കൊരു സമാധാനം ഉണ്ടാകും. അല്ലെങ്കിൽ മദ്യപിക്കുന്ന ആളുകൾ പൊതുവേ പറയാറുള്ളത് അല്പം സമാധാനത്തിന് വേണ്ടിയിട്ടാണ് മദ്യപിക്കുന്നതെന്ന് പറയും. ചിലപ്പോൾ അവർക്ക് നൈമിഷികമായ സമാധാനം കിട്ടിയെന്നിരിക്കും. എന്നാൽ അവരുടെ അസ്വസ്ഥത
നിമിഷങ്ങൾക്കകം അത് വർദ്ധിക്കാനായിട്ടാണ് മുഖാന്തരമാകുന്നത്. എന്നാൽ ദൈവം തരുന്നത് നൈമിഷികമല്ല, അത് ആത്യന്തികമാണ്. അതാണ് കാൽവറി ബലിയിലൂടെ നമുക്ക് നേടിത്തന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ കാൽവറി അനുഭവത്തോടുകൂടി ചേർന്ന് നിൽക്കുവാനായിട്ടുള്ള വിളി സ്വീകരിക്കണമെന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. പൗലോസ്ലീഹ റോമാലേഖനത്തിലൊക്കെ ഇതിനെക്കുറിച്ച് വിശദമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെയും, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ളതായ ആ കൽപ്പനയിലൂടെ പ്രതിസന്ധികൾ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ നമുക്ക് നൽകുവാൻ സാധിക്കുന്നതായ ആ സഹായഹസ്തങ്ങൾ, ചിലപ്പോൾ നമുക്കും അവകാശപ്പെടാനായിട്ട് സാധിക്കും. അവനൊരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഞാനവന് പലിശയ്ക്ക് പണം കൊടുത്ത് അവനെ സഹായിച്ചിട്ടുണ്ട്, അതിലൊന്നും അർത്ഥമില്ല. അല്ലെങ്കിൽ പ്രതിഫലേച്ഛയോടുകൂടി നമ്മൾ ചിലപ്പോൾ സഹായ വാഗ്ദാനങ്ങൾ നൽകുന്ന ആളുകളുണ്ട്. ഇതിലൊന്നും യാതൊരു ആത്മാർത്ഥതയുമില്ല. മറിച്ച് ഈ സ്വിറ്റ്സർലൻഡ് കുടുംബം, ഈ ജപ്പാൻ കുടുംബത്തിന് അവരുടെ പ്രതിസന്ധികളുടെ നാളുകളിൽ അവരുടെ വരുമാനം, അവരുടെ കൃഷിയിടത്തു നിന്നുണ്ടായ വരുമാനം പോലും തിരികെ ഏൽപ്പിക്കുവാൻ തയ്യാറായതായ ആ സ്നേഹം, അത് നമ്മളിൽ എത്ര പേർക്കുണ്ട് നമ്മൾ വിലയിരുത്തേണ്ടതാണ്. അതാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ ദൈവിക സ്നേഹത്തിൻ്റെ അനുഭവത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ വിളിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസ്മരിക്കുന്നു. പിതൃത്വ പരിശുദ്ധാത്മാവാം ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇന്ന് നീ ഞങ്ങളോട് ഇടപെട്ടതായ നിൻ്റെ വലിയ കൃപകളെ ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, വാസ്തവമായും വ്യക്തിപരമായും നീ ഞങ്ങളോട് സംസാരിച്ചുവല്ലോ. ഞങ്ങൾ കേട്ട വചനത്തിനനുസൃതമായിട്ട് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണമെങ്കിൽ നമ്മെപ്പോലെ തന്നെ നമ്മുടെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്നുള്ളതായ കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ കർത്താവേ, നിന്നെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുവാനും അയൽക്കാരനെ എന്നെപ്പോലെ തന്നെ സ്നേഹിക്കുവാൻ തക്കവണ്ണമുള്ള കൃപ നീ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കൃപകൾക്കായി സ്തോത്രം, അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. മാതാവേ, ശുദ്ധിവാന്മാരെ ശുദ്ധികളെ പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ.